എല്ലാവർക്കും നമസ്കാരം. പിതൃപൂജ എന്ന യൂട്യൂബ് ചാനലിൻ്റെ നമ്മുടെ അടുത്ത ഭാഗമാണ്. ഈ ഭാഗത്തിൽ നമ്മൾ കഴിഞ്ഞ തവണ നമ്മൾ മരിച്ച അവിടെ മുതൽ നമ്മൾ കുളിച്ച് വീട്ടിലെത്തി കഴിഞ്ഞ ശേഷം അടുത്ത നെക്സ്റ്റ് ഡേ മുതലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇനി നിത്യപിണ്ഡം എന്ന് വെച്ചാൽ ദിവസബലി എന്ന് പറയും. നിത്യബലി, ദിവസബലി 10 ദിവസം വയ്ക്കാറുണ്ട്. ഇന്നത്തെ കാലത്തിൽ അത് സാധ്യമല്ല. നമ്മൾ കാലോചിതമായ പല മാറ്റങ്ങളും വരുന്നതിൽ ഒരു മാറ്റം ഇത് തന്നെയാണ്. നിത്യബലി ഉണ്ടായിരിക്കില്ല, പലർക്കും അറിവ് തന്നെ ഉണ്ടാവില്ല അതിനെക്കുറിച്ച്. അത് മുന്നേ ഒക്കെ ചെയ്തുകൊണ്ടിരുന്നതാണ്. വീടിനോട് ചേർന്ന് ചെറിയൊരു ഷെഡ് പോലെ ചെയ്ത് അതിനകത്ത് പിണ്ടപ്പാറ വെച്ച് പിണ്ടം സമർപ്പിക്കാറ്, നിത്യവും പിണ്ടം സമർപ്പിക്കാറുണ്ട്. മറ്റ് ഈ പറഞ്ഞ ജന്തുക്കളൊന്നും കയറാത്ത രീതിയിൽ അത് മറച്ച് ഒക്കെ ചെയ്യാറുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിൽ അതൊന്നും ചെയ്യാന്ന് വെച്ചാൽ പ്രായോഗികമല്ല. ആർക്കും അതിനുള്ള സമയം ഉണ്ടാവില്ല. 10 ദിവസം ഈ വീട്ടിന് ഈ ഒരു ഇതിന് വേണ്ടി പുറത്തു പോകാൻ പറ്റാതെ നിൽക്കുന്ന അവസ്ഥയും, അതുപോലെ തന്നെ ഇത് കർമ്മം ചെയ്യാൻ പറ്റിയ ആളെ കിട്ടാത്ത അവസ്ഥയുണ്ട്. 1-2 ദിവസം കിട്ടിയാൽ പിന്നീട് ആളെ കിട്ടാൻ പറ്റാത്ത അവസ്ഥ വരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കൊണ്ട് തന്നെ ഇപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ നിത്യബലി എന്നുള്ളത് ഇല്ല. നിത്യബലിയുടെ വസ്തുത നമുക്ക് നോക്കാം. എന്താണ് നിത്യബലി ഇല്ലെങ്കിലും നമുക്ക് എന്തുകൊണ്ടാണ് നമ്മൾ നിത്യബലി നടത്തുന്നത്, എന്തിനാണ് നടത്തുന്നത് എന്നുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് ഒന്ന് നോക്കി പോകുന്നത്. അപ്പം 1 തൊട്ട് 10 വരെ നമ്മളിപ്പോൾ ഗരുഡ പുരാണത്തിൽ പറയുന്നത് 1 തൊട്ട് 10 ദിവസം വരെ ഈ മരിച്ച ആത്മാവ് മരിച്ച ആത്മാവിന് ശരീരം സൃഷ്ടിക്കുക എന്നാണ് ആ പ്രക്രിയയ്ക്ക് പറയുന്നത്. ഒരു കൈ വലുപ്പത്തിൽ ഒരു പുതിയ ഒരു രൂപം നമ്മൾ സൃഷ്ടിക്കുകയാണ് 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളിൽ. അതായത് ഇപ്പോൾ പ്രേതത്തിൻ്റെ ആത്മാവ് പോയി, ശരീരം ചിതയിൽ ദഹിച്ചു കഴിഞ്ഞു, ശരീരം ഇപ്പോൾ അവശേഷിക്കുന്നില്ല. അപ്പോൾ നമ്മൾ അടുത്ത കർമ്മങ്ങൾക്ക് വേണ്ടി ഈ 10 ദിവസത്തെ പിണ്ടങ്ങൾ കൊണ്ട് ഒരു രൂപം സൃഷ്ടിക്കുകയാണ്. അത് പറയുന്ന 1-ാം ദിവസം ശിരസ്, 2-ാം ദിവസം ഈ തോളലുകൾ, കഴുത്ത് മുതലായവയെല്ലാം 2-ാം ദിവസം, 3-ാം ദിവസം നെഞ്ച്, 4-ാം ദിവസം പൃഷ്ഠഭാഗങ്ങൾ, 5-ാം ദിവസം നാഭി, 6-ാം ദിവസം ഈ കടിപ്രദേശം, 7-ാം ദിവസം ഗുഹ്യഭാഗങ്ങൾ, 8-ാം ദിവസം തുട, 9-ാം ദിവസം മുട്ടുകൾ, കൈകാലുകൾ, പാദങ്ങൾ ഇവയെല്ലാം സൃഷ്ടിച്ച് 10-ാം ദിവസം ആ പിണ്ടത്തിന് ജീവൻ ലഭിക്കുകയും 11-12 ദിവസങ്ങളിൽ അത് ഭക്ഷണം ഭക്ഷിക്കുകയും ചെയ്യുമെന്ന് പറയുന്നു. അതിന് കഠിനമായ വിശപ്പും ദാഹവും ഉണ്ടാവും, ഭക്ഷിക്കും. ആണ് 1 മുതൽ 10 വരെയുള്ള നിത്യബലിയുടെ ആധാരം. അതിൽ നമ്മൾ ഈ നിത്യബലിയെ 4ആയി വിഭജിച്ച് ആദ്യത്തെ 2 ഭാഗം പഞ്ചഭൂതങ്ങളുടെ പുഷ്ടീകരണത്തിനായി പോകുന്നു എന്ന് പറയുന്നു. 3-ാം ഭാഗം യമദൂതന്മാരിലേക്കാണ് എത്തിച്ചേരുക. 4-ാം ഭാഗം പ്രേതം സ്വയം ഭക്ഷിക്കുന്നു. അങ്ങനെ ഈ 10 ദിവസത്തെ നിത്യബലി കൊണ്ട് നമ്മളൊരു രൂപത്തെ സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. അതിനാണ് ഈ 10 ദിവസബലി വെച്ചിരിക്കുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ അതൊന്നും ചെയ്യാൻ ആർക്കും സമയവും ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഇതിന് പ്രായശ്ചിത്തമായി നമുക്ക് സപിണ്ഡീകരണത്തെ സംബന്ധിച്ച് പ്രായശ്ചിത്തമെല്ലാം ചെയ്ത് അത് നമുക്കറിയാം. കാലഘട്ടത്തിനനുസരിച്ച് മുന്നോട്ട് പോകുകയെന്ന് വെച്ചാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിനു വേണ്ടി ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല, ആരും തന്നെ ചെയ്യാറുമില്ല. അതിനെക്കുറിച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയി എന്നതേ ഉള്ളൂ. ഇനി നമുക്ക് ഇതിൻ്റെ നെക്സ്റ്റ് സഞ്ചയനം നോക്കാം. സഞ്ചയനം വെച്ചാൽ അസ്ഥി ഒഴുക്കുന്ന, സഞ്ചയിപ്പിക്കുക എന്നാണ് പറയുന്നത് സഞ്ചയനം. സഞ്ചയന ദിവസം 4-ാം ദിവസമാണ് സഞ്ചയനം പറഞ്ഞിട്ടുള്ളത്. 4-ാം ദിവസം നമ്മുടെ നിത്യബലിക്ക് ശേഷം ഒരു ഹവിസ് കുറച്ചെടുത്ത് മാറ്റി വെച്ച് നമ്മുടെ ശ്മശാനത്തിൽ പോയിട്ട് കർമ്മി വന്ന് ഗണപതിയും ഗുരുവിനും പൂവാരാധിച്ച ശേഷം പിണ്ടം സമർപ്പിച്ച്, തിലോദകം സമർപ്പിച്ച്, അതിൽ കുറച്ചും ജലഗന്ധ പുഷ്പങ്ങളും എള്ള് വെച്ച് ദർഭയെല്ലാം വെച്ച്
തിലോദകം ചെയ്ത് പിണ്ടം സമർപ്പിച്ച ശേഷം പിണ്ടകർത്താവ് അവിടെ നമസ്കരിച്ച് ചിതയിൽ കർമ്മിയോ പിണ്ടകർത്താവ് പാലോ ജലമോ കൊണ്ട് കുടഞ്ഞ് അഗ്നി ഉണ്ടെങ്കിൽ അതിനെ കെടുത്തിയതിന് ശേഷം മുന്നൊക്കെ കാലിൽ ഈ പാള വയ്ക്കാറുണ്ട്. പൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പണ്ട് പാളയൊക്കെ കെട്ടാറുണ്ട്. അപ്പം ഇന്ന് അതിൻ്റെ ആവശ്യം വരുന്നില്ല. ചിലപ്പോൾ ഇലക്ട്രിക് ശ്മശാനമായിരിക്കാം, അല്ലാതെ ശ്മശാനങ്ങളിൽ ഇപ്പോൾ അതിൻ്റെ ആവശ്യം വരുന്നില്ല. അപ്പം നമുക്ക് ഈ അന്നത്തെ ദിവസം മുന്നേ പറയുന്ന ഈ അരയാലിൻ്റെ കമ്പ് കൊണ്ട് കൊടിൽ പോലെ വെച്ച് ശിരസ്, മധ്യം, പാദം 3 സ്ഥലങ്ങളിൽ നിന്ന് ഒരു അസ്ഥി എടുത്ത് പ്ലാവശ്യൻ്റെ ഇലയിൽ വെച്ച് 3 ഇല വെച്ച ശേഷം അത് കഴുകിയാണ് കുടത്തിലിടുന്നത്. അപ്പം ഇതുപോലെ 3 അസ്ഥി, തല, കട, ശിരസ്, നടുഭാഗം, പാദഭാഗം എന്നിൽ നിന്നാണ് അസ്ഥി എടുക്കാറ്. എല്ലാ അസ്ഥിയും എല്ലാ ബോഡിയിൽ നിന്നുള്ള എല്ലാ അസ്ഥികളും എടുക്കുന്നതും ഉണ്ട്, അതും നല്ലതാണ്. അത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഭൂമിയെ സമ്പുഷ്ടീകരിക്കുകയാണ് ഇതിൻ്റെ ഉദ്ദേശം. അതിനുശേഷം ഈ ചിതയുള്ള സ്ഥലത്ത് വൃക്ഷലതാദികൾ വെക്കാറ്, തെങ്ങൊക്കെ വയ്ക്കാറുണ്ട്. കാരണം അത് പിന്നീട് വിളഭൂമി ആക്കുക എന്നാണ് ലക്ഷ്യം. കാരണം നമ്മുടെ വീടുകളിലാണ് അന്നൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ഇന്നിപ്പോൾ ശ്മശാനത്തിൽ വിളഭൂമി ആക്കാൻ പോയാൽ പെട്ടുപോകും. അപ്പം വീടുകളിൽ ചെയ്യുന്ന കർമ്മങ്ങൾക്കാണ് നമ്മൾ മെയിനായിട്ടും അത് പറയുന്നത്. നമ്മളിപ്പോൾ 3 ഭാഗങ്ങളിൽ നിന്നും അസ്ഥികളെടുത്ത് അതിനെ 4 ഒന്ന് ശുദ്ധജലം, ഒന്ന് പനിനീര്, ക്ഷീരം, ഇളനീര്, അതായത് ഗംഗ, യമുന, ഗോദാവരി, സരസ്വതി, ഗംഗ, യമുന, അളകനന്ദ, സരസ്വതി എന്ന് സങ്കല്പിച്ച് 4 പേർക്കും 4 ജലം, ഈ പറഞ്ഞ പോലെ ശുദ്ധജലം ഗംഗയെ സമർപ്പിച്ച്, യമുന പനിനീര്, അളകനന്ദ ക്ഷീരം, സരസ്വതിക്ക് ഇളനീര് വെച്ച് ഈ അസ്ഥികൾ കഴുകി കുടത്തിലാക്കി, കർമ്മി കുടത്തിലാക്കി. അത് പണ്ട് പറയാറ് ഈ ചുടാത്ത മണ്ണുകൊണ്ടുള്ള കുടം, ചുടാത്ത മണ്ണുകൊണ്ടുള്ള കുടമാണ് ഉപയോഗിക്കാറ്. ഇന്ന് അത് ചുടാത്ത മണ്ണുകൊണ്ട് കുടം കിട്ടുമെന്ന് വെച്ചാൽ സംശയമാണ്. ഇപ്പോൾ എല്ലായിടത്തും ചെന്നാലും റോഡിലൊക്കെ ചട്ടികളാണ്, അത് ചൂടിൽ ചുട്ടെടുത്ത ചട്ടി തന്നെയാണ്, അതായാലും മതി. ഇപ്പോൾ ചുടാത്ത മൺചട്ടിയൊക്കെ അന്വേഷിക്കുക വെച്ചാൽ ബുദ്ധിമുട്ടാണ്. അതിൽ വെച്ച് വായ ഭാഗത്ത് നൂല് കെട്ടിയ ശേഷം ഒരു പട്ടുനൂലുണ്ട്, വായ കെട്ടി അതിന് പൂവ് ആരാധിച്ച്, ബന്ധുക്കളെല്ലാവരും പൂവ് ആരാധിച്ച് അതിനുശേഷം അത് ഭക്തിയോടെ എടുത്ത് പ്ലാവിൻ്റെ ചുവട്ടിൽ കുഴിച്ചിടാറുണ്ട്. അതിൻ്റെ മുകളിൽ നിലവിളക്കോ നമ്മുടെ ചിരാതോ കത്തിച്ച് വയ്ക്കാറുണ്ട്. പിന്നീട് ഇത് ഒഴുക്കുന്ന സമയത്ത് മണ്ണ് മാറ്റിയ ശേഷം കൊണ്ട് ഒഴുക്കാറ്. ചില ആളുകൾ അന്ന് തന്നെ ഒഴുക്കാറുണ്ട്, ചിലർ 10 ദിവസത്തിനുള്ളിൽ ഒഴുക്കാറുണ്ട്, ചിലർ 41 ഒഴുക്കാറുണ്ട്, ചില സബണ്ടീകരണ സമയത്ത് ഒഴുക്കാറുണ്ട്, ചിലർ 1 വർഷം വരെ വെച്ച ശേഷവും ഒഴുക്കാറുണ്ട്. അത് യഥോചിതം എങ്ങനെയാണോ ആചാര്യന്മാർ പറയുന്നത് അല്ലെങ്കിൽ ഗുരുസ്ഥാനികർ പറയുന്നത് അതുപോലെ ചെയ്യാം. ഇപ്പോൾ എങ്ങനെയാലും ഇപ്പോൾ ഗരുഡപുരാണങ്ങളെ സംബന്ധിച്ച് ഇതിനെ സംബന്ധിച്ച് പറയുന്നത് 10 ദിവസത്തിനകം എന്ന് തന്നെയാണ് പറയുന്നത്. 10 ദിവസത്തിനകം ഗംഗയിൽ ഈ അസ്ഥി നിബഞ്ജനം ചെയ്യുകയാണെങ്കിൽ ആ ആത്മാവ് സ്വർഗത്തിലെത്തും എന്നാണ് പറയുന്നത്. ഈ ഗംഗയിൽ എത്ര കാലം ഈ അസ്ഥി കിടക്കുന്നു അത്രയും കാലം സ്വർഗത്തിൽ സസുഖം ഈ ആത്മാവിന് കഴിയാൻ സാധിക്കും. അതുകൊണ്ട് 10 ദിവസത്തിനുള്ളിൽ തന്നെയാണ് ഗരുഡപുരാണത്തിലും പറയുന്നത്. ചില 1 വർഷം വരെ വെക്കാറുണ്ട്, 41 ദിവസം നോക്കി വെക്കാറുണ്ട്. യഥോചിതം എങ്ങനെയാണോ ആ ഗുരുക്കന്മാർ പറയുന്നു, അത് എങ്ങനെയാണോ സൗകര്യം നോക്കിയിട്ട് അതാ സൗകര്യപ്രകാരം എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഇപ്പോൾ വീടുകളൊക്കെ ചെയ്യുന്നവരുണ്ടെങ്കിൽ ചെയ്തെല്ലാം ഒരുക്കിയ ശേഷം അത് വിളഭൂമിയാക്കി മാറ്റുന്നത് വളരെ ഉത്തമമാണ്. വൃക്ഷലതാദികൾ വെക്കുന്നത് വളരെ നല്ലതാണ്. അങ്ങനെയെല്ലാം ചെയ്യാം. ഇതാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് പറയാനുള്ളത്. ഇനിയിപ്പോൾ
നമുക്ക് ഈ സപിണ്ഡീകരണം എന്താണ് സപിണ്ഡീകരണം എന്ന് നമുക്ക് നോക്കാം. അപ്പം ഈ പിണ്ട സംയോജനം, സപിണ്ഡീകരണം അതുപോലത്തെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്, അതിനെക്കുറിച്ച് നമുക്ക് നോക്കാം.